ബീവറുകൾ മുൻനിരയിലെ പല്ലുകൾ ഉപയോഗിച്ചാണ് മരം കടിക്കുന്നത്. ബീവറുകളുടെ വായ് ഇതിനായി പ്രത്യേകം പരുവപ്പെട്ടിരിക്കും. അതിന്റെ മുൻനിരയിലെ പല്ലുകൾക്ക് നഖങ്ങളുടെ മൂർച്ചയുണ്ടാവും. ബീവറുകളുടെ സൃഷ്ടാവിന് അവയുടെ പല്ലുകൾ ഏതുവിധം നിർമ്മിക്കണമെന്നതിനെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടായിരുന്നു. വെള്ളത്തിൽ എളുപ്പം നീന്താൻ പറ്റും വിധമാണ് ബീവറിന്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളം എളുപ്പം തള്ളി നീക്കാൻ കാലുകൾക്ക് കഴിയും. വാലുകൾ തുഴകളായി ഉപയോഗപ്പെട്ട് വെള്ളത്തിലൂടെ അവയെ സുഗമമായി നീന്താൻ സഹായകമാക്കുന്നു. വലിയ മരത്തടികളും ചെറിയ ചില്ലകളും സമൃദ്ധമായി അടുക്കിവെച്ച് ക്രമപ്രവൃത്തമായി ദിനേന ഡാം നിർമ്മിച്ചെടുക്കുന്നു. ഡാം വലുതാകുന്നതിനനുസരിച്ച് അവയ്ക്ക് മുമ്പിലുള്ള ജലശേഖരവും വർദ്ധിക്കുന്നു. പുഴ വലുതാകുന്നതനുസരിച്ച് ഡാം ശക്തിപ്പെടുത്താനും പൊട്ടുകൾ ശരിപ്പെടുത്താനും ബീവർ ശ്രദ്ധ വയ്ക്കുന്നു. അനേകം മാസങ്ങളിലെ കഠോരമായ അധ്വാനഫലമായി നിർമ്മിതമാകുന്ന ഡാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിഗംഭീരം തന്നെയാണ്. മനുഷ്യനിർമ്മിതമായ ഡാമിനോട് സാമ്യപ്പെടുത്താവുന്ന ഡാം രൂപം കൊണ്ടു കഴിഞ്ഞു. അവ ഉള്ളിലേക്ക് വളഞ്ഞ വിധമാണ് ഡാമുകൾ നിർമ്മിക്കപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. ഈ രീതി ജലപ്രതിരോധത്തിനുതകുന്ന ഡാമിന് അത്യാവശ്യവുമാണ്. ആധുനിക ഹൈഡ്രോ വിദ്യുച്ഛക്തി നിർമ്മാണ ഡാമുകളിലും ഈ വിധം കോൺകേവായി നിർമ്മിക്കുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. ആയിരത്താണ്ടുകളിലൂടെ മനുഷ്യൻ നേടിയെടുത്ത ജ്ഞാനം ജനനത്തിന്റെ ആദ്യ മുഹൂർത്തത്തിൽ തന്നെ ബീവറിന് സ്വായത്തം. അവയ്ക്ക് ആ അറിവ് ആര് നൽകിയതാണ്? ആകസ്മികമായി ഇത്തരമൊരു കഴിവ് ഒരു ജീവിക്കുണ്ടാകാനിടയില്ല. ജലമർദ്ദത്തെ ഏറ്റവും ഉചിതമായി തടയുന്ന ആകൃതി അവയ്ക്ക് ആകസ്മികമായി കണ്ടെത്താനുമാവില്ല. തലമുറകളിലേക്ക് അവ ആകസ്മികമായി പകരപ്പെടുന്നുമില്ല. ഇതെല്ലാം സൃഷ്ടാവ് കനിഞ്ഞരളിയ സവിശേഷതകളാണ്. അവനാണ് ഓരോ ജീവിയെയും സൃഷ്ടിക്കുകയും അവയുടെ ധർമ്മങ്ങൾ നിർണയിക്കുകയും ചെയ്തത്.
പുഴയൊഴുക്ക് തടഞ്ഞ് അതിൽ സ്വന്തം കൂട് നിർമ്മിക്കുകയാണ് ബീവർ അണക്കെട്ടിലൂടെ നേടുന്നത്. മണൽത്തിട്ടയ്ക്ക് ഏതാണ്ട് അടുത്തായിട്ടാകും അവ വാസസ്ഥലമൊരുക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു മരക്കൂമ്പാരമായി തോന്നുന്ന വാസസ്ഥലം അതീവ സൂക്ഷ്മമായി ഡിസൈൻ ചെയ്യപ്പെട്ടവയാണ്. വെള്ളത്തിലൂടെ മാത്രമേ അതിനകത്തേക്ക് പ്രവേശിക്കാനാവുകയുള്ളൂ. അതിന് ജലനിരപ്പിന് മുകളിലുള്ള മറഞ്ഞ ഗുഹയിലൂടെ കടന്നേ പറ്റൂ. ചില ബീവറുകൾ 2 നിലകളിൽ തങ്ങളുടെ ഭവനങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഒന്നാമത്തെ നില പ്രവേശന കവാടവും താമസ സ്ഥലവുമാണ്. മുകളിലെ നില ഭക്ഷണമുറിയും കിടപ്പുമുറിയുമാണ്. ബീവറിന് ജലാന്തർഭാഗത്ത് 2 പ്രവേശന കവാടവും മുകളിൽ വായു സഞ്ചാരത്തിനുള്ള ഒരു വെന്റിലേറ്ററുമുണ്ടാകും. പുറത്തുനിന്നുമുള്ള ഭീഷണികളിൽ നിന്ന് ഈ ഭവന സംവിധാനം ബീവറുകളെ സംരക്ഷിക്കുന്നത് കൂടാതെ വളരെ സൗകര്യപൂർണമായ ഒരു വാസസ്ഥലം പ്രദാനം ചെയ്യുന്നു. ബീവർ കുഞ്ഞുങ്ങൾ ജനനശേഷം തങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നത് ഈ പ്രത്യേകതരം പാർപ്പിടങ്ങളിലാണ്. കുറച്ചു വളരുന്നതോടെയാണ് കുരുന്നുകൾ തങ്ങളുടെ മാതാക്കളോടൊത്ത് ബാഹ്യലോകത്തേക്ക് പോകുന്നത്. നീന്തി തളരുമ്പോൾ അവ മാതാക്കളുടെ പുറത്തു കയറുന്നു. മൂന്ന് 4 മീറ്റർ അടിയിലായിരിക്കും ഒരു കൊച്ചുപുഴയിൽ ബീവറുകൾ വസിക്കുക. ഇതിന്റെ പ്രധാന കാരണം ശീതമാണ്. ശീതകാലത്ത് ജലം തണുത്തുറയ്ക്കുകയും കനത്ത ഐസ് പാളികൾ രൂപമെടുക്കുകയും ചെയ്യും. പുഴയ്ക്ക് നല്ല ആഴമില്ലെങ്കിൽ അത് അടിവരെ ഉറച്ച് മുഴുവൻ ഗൃഹവും ഐസ് ബ്ലോക്കായി മാറുകയുമാവും ഫലം. ഇത് ബീവറുകളുടെ ചലിക്കാനുള്ള ശക്തി നശിപ്പിക്കും. ചെറിയ തടാകത്തിൽ പോലും ആഴത്തിൽ വീടുണ്ടാക്കാനാവും